ABC ട്യൂട്ടോറിയൽ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബയോളജിയാണ്, ജീവശാസ്ത്രം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ഞാൻ ഇപ്പോൾ പറയുന്ന പോയിന്റ്സ് പറയുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ പ്രിലിമിനറി എക്സാംസിനൊക്കെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം 10th പ്രിലിമിനറി ഒക്കെ എഴുതാൻ പോകുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, അത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നന്നായിട്ട് റെഫർ ചെയ്യുക. കാരണം ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് നമ്മുടെ സ്കൂൾ ടൈമിലുള്ള പുസ്തകത്തിൽ നിന്ന് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ടൈം എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, കാരണം എക്സാം ഒക്കെ അടുക്കാറായി. എന്നിരുന്നാലും ഇനിയും 10th പ്രിലിമിനറി എന്തായാലും വരും. അപ്പോൾ നമ്മൾ ഈ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ സയൻസ് ടോപ്പിക്കുകൾ, എസ്പെഷ്യലി ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, ഈ ടെക്സ്റ്റ് ബുക്കുകളൊന്നും കളയാണ്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് ആ ബുക്കുകൾ നമ്മൾ നന്നായിട്ട് റെഫർ ചെയ്യുക. കാരണം ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് എന്നല്ല, മിക്ക ക്വസ്റ്റ്യൻസും വരുന്നത് ആ ഒരു 6 to 10 വരെയുള്ള ക്വസ്റ്റ്യനിൽ നിന്ന്, ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമുക്ക് ചോദിക്കുന്നത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പുറത്തുനിന്ന് എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം റെഫർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ റാങ്ക് ഫയലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് പറയുന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതലും എല്ലാത്തിനെയും കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ, നമ്മൾ പഠിച്ച സ്കൂൾ തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെയാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കളക്ട് ചെയ്ത് പഠിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ജീവശാസ്ത്രത്തിനൊരു ആമുഖമാണ് ആദ്യം ഇവിടെ കൊടുത്തേക്കുന്നത്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ് ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് ജന്തുശാസ്ത്രം, സസ്യശാസ്ത്രം എന്നിങ്ങനെ രണ്ടായിട്ടാണ് ജീവശാസ്ത്രത്തെ തരംതിരിച്ചിരിക്കുന്നത്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് തിരിയരുത്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് തന്നെ അരിസ്റ്റോട്ടിലാണ്. അതിൽ ആ ജീവശാസ്ത്രത്തെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലും സസ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് തിയോഫ്രാസ്റ്റസുമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ വേർതിരിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കോശം. നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണല്ലേ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശം. കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ്? തിയോഡർ ഷ്വാൻ, ജേക്കബ് ഷ്ലീഡിൻ. ഇവർ രണ്ടുപേരുമാണ് കോശ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ. ജീവികളെ കണ്ടെത്തുകയും ശാസ്ത്രീയമായി തരംതിരിക്കുകയും ലോകമെമ്പാടും അംഗീകരിക്കത്തക്ക വിധത്തിൽ പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. ഓക്കെ, എന്താണ് അപ്പോൾ ടാക്സോണമി എന്ന് പറഞ്ഞാൽ? ജീവികളെ കണ്ടെത്തുകയും ശാസ്ത്രീയമായി തരംതിരിക്കുകയും ലോകമെമ്പാടും അംഗീകരിക്കത്തക്ക തരത്തിൽ പേര് നൽകുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ദ്വിനാമ പദ്ധതി പ്രകാരം ശാസ്ത്രീയ നാമങ്ങൾ നൽകിയിരിക്കുന്ന ഭാഷ ഏതാണ്? ലാറ്റിൻ ഭാഷയിലാണ് അവയ്ക്കൊക്കെ ശാസ്ത്രീയ നാമം നൽകിയിരിക്കുന്നത്. വർഗീകരണത്തിന്റെ അല്ലെങ്കിൽ ടാക്സോണമി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? വർഗീകരണത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ്? കാൾ ലിനേയസ് ആണ് വർഗീകരണത്തിന്റെ ഉപജ്ഞാതാവ്. അടുത്ത നമ്മുടെ ജീവശാസ്ത്രത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നതാണ് കോശം അല്ലേ? കോശത്തിനെ കുറിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്താണ് കോശം എന്ന് പറയുന്നത്? ജീവന്റെ തന്നെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കോശം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതും കോശം തന്നെയാണ്. കോശം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? കോശം. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോശത്തെക്കുറിച്ചിട്ടുള്ള പഠനം സൈറ്റോളജി. പൊതുവായ ഘടനയും ധർമ്മവും ഉള്ള കോശ സമൂഹങ്ങളാണ് കലകൾ. കലകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹിസ്റ്റോളജി. അപ്പം സൈറ്റോളജിയും ഹിസ്റ്റോളജിയും നമ്മൾ
മാറിപ്പോകരുത്. കോശത്തെക്കുറിച്ചുള്ള പഠനത്തിനെ സൈറ്റോളജി എന്നും കലകളെക്കുറിച്ചുള്ള പഠനത്തിനെ ഹിസ്റ്റോളജി എന്നുമാണ് പറയുന്നത്. അടുത്തത് സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം എന്താണ്? സെൽ എന്ന് പറയുന്നത് ചെറിയ മുറി. ഓക്കെ, സെൽ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി, സ്മോൾ റൂം എന്നാണ് അർത്ഥം വരുന്നത്. മുമ്പ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോയാണ് മുമ്പ് നിലനിന്നിരുന്ന കോശങ്ങളിൽ നിന്നും മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ. കോശമർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ. കോശത്തിന്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകം മൈക്രോഗ്രാഫിയ. കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം വൈറസുകൾ. ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികൾ ഏകകോശ ജീവികൾ. ഉദാഹരണം യുഗ്ലീന, അമീബ. അപ്പോൾ എക്സാമിന് ചോദിക്കും അമീബ ഏത് തരം ജീവിയാണ് എന്ന് ചോദിക്കും. എന്താണത്? ഒരു ഏകകോശ ജീവിയാണ് അമീബ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വേർഡാണല്ലേ അമീബ എന്ന് പറയുന്നത്. നമ്മൾ അതുമുതലേ പഠിച്ചു വന്നതാണ്. ഒരു ഏകകോശ ജീവിയാണ് അമീബ എന്ന് പറയുന്നത് അല്ലേ. അപ്പം എന്താണ് ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളെയാണ് നമ്മൾ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ്, 2 എക്സാമ്പിളാണ്, ഒന്ന് യൂഗ്ലീനയും ഒന്ന് അമീബയും. പിന്നെ ഇതിൽ കോശത്തിന്റെ പിക്ചർ വരച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്തായാലും 10th ക്ലാസ്സിലെ ആ ഒരു ബയോളജി ടെക്സ്റ്റൊക്കെ ഞാൻ ഒരു ക്ലാസ് ആയിട്ട് തന്നെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും കോശത്തിൻ്റെ ചിത്രമൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് വരച്ച് തന്നെ പഠിക്കാം. അപ്പം നിങ്ങളും പഠിക്കുമ്പോൾ മാക്സിമം പിക്ചേഴ്സൊക്കെ വരച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അത് വരച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രയ്ക്ക് ആഴത്തിൽ അത് പതിയും. അപ്പം നമുക്ക് ആ കോശത്തിനെ കുറിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്കാണ്. എന്താണ് സൈറ്റോളജി? നേരത്തെ പറഞ്ഞു, കോശത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറഞ്ഞു. ഈ സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? അപ്പോൾ റോബർട്ട് ഹുക്ക്. കോശം കണ്ടുപിടിച്ചതും റോബർട്ട് ഹുക്കാണ് അല്ലേ. സൈറ്റോളജിയുടെ പിതാവ്, കോശം കണ്ടുപിടിച്ചതും റോബർട്ട് ഹുക്കാണ്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ 2 ക്വസ്റ്റ്യനും. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ. ഇത് നേരത്തെ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ ആണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ല്യൂവൻഹോക്ക് ആണ് ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡൻ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ. അപ്പൊ ഈ പേരുകളൊക്കെ, അതായത് ഈ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളൊക്കെ നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ പഠിച്ചു പോയിട്ടുള്ള ഒരു ഓർമ്മയുണ്ടല്ലേ നമുക്ക്. അടുത്തൊരു ക്വസ്റ്റ്യൻ, കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. കോശമർമ്മം. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങൾ യൂക്കാരിയോട്ടിക് കോശങ്ങൾ. അപ്പോൾ ഈ പ്രോകാരിയോട്ടിക് കോശങ്ങളും യൂക്കാരിയോട്ടിക് കോശങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളും, എന്നാൽ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളെ യൂക്കാരിയോട്ടിക് കോശങ്ങൾ എന്നും പറയും. ഏറ്റവും വലിയ കോശം ഏതിനാണ്? ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത്. 15 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ വ്യാസമാണ് അതിനുള്ളത്. ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, PPLO എന്നറിയപ്പെട്ടിരുന്ന ജീവി ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. ഫാഗോസൈറ്റോസിസ് എന്നാൽ എന്താണ്? സെൽ ഈറ്റിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫാഗോസൈറ്റുകൾക്ക് അർത്ഥം എന്താണ്? ഫാഗോസൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അകപ്പെടുന്ന ബാക്ടീരിയകൾ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫാഗോസൈറ്റിസിസ് എന്നാൽ എന്താണ്? സെൽ ഈറ്റിംഗ് എന്ന് തന്നെയാണ് അർത്ഥം. പീനോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെൽ ഡ്രിങ്കിങ്. കോശഭിത്തി കാണപ്പെടുന്നത് സസ്യകോശത്തിൽ അല്ലെ, സസ്യകോശത്തിലാണ് കോശഭിത്തി കാണപ്പെടുന്നത്. ജന്തുകോശങ്ങളിൽ എന്തില്ല? കോശഭിത്തി ഇല്ല. കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെല്ലുലോസ് കൊണ്ടാണ് നമ്മൾ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതാണ്?
കാൽസ്യം, മഗ്നീഷ്യം എന്നീ 2 മൂലകങ്ങളാണ് കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്നത്. കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടിട്ടാണ് കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അന്തർദ്രവ്യജാലികയിലൂടെയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ എന്താണ് കോശം എന്ന് പറയുന്നത്? അത് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റിനെയാണ് നമ്മൾ കോശം എന്ന് പറയുന്നത്. പിന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്ന് കേട്ടാൽ അതും കോശമാണ്. അപ്പം ഈ കോശവും അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസവും തമ്മിൽ മാറിപ്പോവരുത്. എന്താണ് കോശം എന്ന് പറയുന്നത്? ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്നും പറയാം. അതുപോലെ തന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകവുമാണ് കോശം എന്ന് പറയാം. എന്നാൽ ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ്? കോശദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ടി എച്ച് ഹക്സ്ലിയാണ് പ്രോട്ടോപ്ലാസം ജീവന്റെ കണിക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കോശത്തിന്റെ വർക്ക് ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രോട്ടീനുകൾ ആണ്. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയ. മറക്കരുത്, കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംശമാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയിൽ ഊർജം സംഭരിക്കുന്നത് ATP തന്മാത്രകളായിട്ടാണ്. ഓക്കെ, മൈറ്റോകോൺട്രിയയിൽ ഊർജം സംഭരിക്കുന്നത് എങ്ങനെയാണ്? ATP തന്മാത്രകളായിട്ടാണ് ഊർജം സംഭരിക്കുന്നത്. കോശ ശ്വസനം അല്ലെങ്കിൽ ATP സംശ്ലേഷണം എന്നിവ നടക്കുന്ന ഭാഗം ഏതാണ്? മൈറ്റോകോൺട്രിയ. കോശ ശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം ഗ്ലൈക്കോളിസിസ് എന്നാണ്. കോശ ശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടത്തിനെ പറയുന്നത് ഗ്ലൈക്കോളിസിസ്. ക്രെബ്സ് പരിവൃത്തി നടക്കുന്ന കോശത്തിലെ ഭാഗം ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. കോശ ശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം 32. ATP നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജനും ഫോസ്ഫറസുമാണ്. സ്വന്തം കോശത്തിനുള്ളിലെ മറ്റു കോശാംഗങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശഘടകമാണ് ലൈസോസോം. ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? ആട്ടോഫാഗി. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോം. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണ്? റൈബോസോം. ന്യൂക്ലിയസിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖല എന്താണ്? ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ശൃംഖലയെ ക്രോമാറ്റിൻ റെറ്റിക്കുലം എന്നാണ് പറയുന്നത്. ക്രോമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമുകളായി മാറുന്നത് കോശവിഭജന സമയത്താണ്. ഓക്കെ, ക്രോമാറ്റിൻ റെറ്റിക്കുലം ക്രോമസോമുകളായി മാറുന്നത് കോശവിഭജന സമയത്ത്. കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് DNA-യും RNA-യും. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? DNA ആണ്. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. DNA-യിലെ പ്രവർത്തന ഘടകങ്ങൾ ജീനുകൾ. DNA-യുടെ പിരിയൻ ഗോവണി ഡബിൾ ഹെലിക്സ് മാതൃക കണ്ടെത്തിയതാരാണ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നിവർ ചേർന്നാണ് കണ്ടെത്തിയത്. ലോകത്തിൽ ആദ്യമായി ജനിതക മാപ്പ് തയ്യാറാക്കാനായി ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ്? ജെയിംസ് വാട്സൺ. ഓരോ ക്രോമസോമിലെയും DNA-കളുടെ എണ്ണം 2. ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമിലെ DNA-യിലാണ്. ജീനുകൾ കാണപ്പെടുന്നത്. DNA, RNA എന്നിവ നിർമ്മിതമായിരിക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.